പ്രിയപ്പെട്ടവർ, CUT PG പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയാണ്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ CUT PGക്ക് അപേക്ഷ സമയത്ത് കൊടുത്ത യൂണിവേഴ്സിറ്റികൾ, ഓരോ യൂണിവേഴ്സിറ്റികളും രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഉണ്ടാവും. അങ്ങനെ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്രീമിയർ ആയിട്ടുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, എന്നാലും ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന നിലക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്മിഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന് ആദ്യം രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിലിതാണ് ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രജിസ്ട്രേഷനുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ സമർത്ഥ് പോർട്ടലിലാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ സമർത്ഥ് പോർട്ടലിലാണ് രജിസ്ട്രേഷൻ നമ്മൾ നടത്തേണ്ടത്. അതിൻ്റെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. അതിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിൽ പറയുന്നുണ്ട് അപ്ലിക്കൻറ്റ് ക്യാൻ ലോഗ് ഇൻ ദ അഡ്മിഷൻ പോർട്ടൽ ത്രൂ ദെയർ രജിസ്ട്രേഡ് CUT ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ CUT ആപ്ലിക്കേഷൻ നമ്പർ പ്രകാരമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിൽ CUTക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത ഡീറ്റെയിൽസിന് കറക്റ്റായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ്റെ തുടക്കത്തിൽ CUT ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രജിസ്ട്രേഷന് CUTൻ്റെ ഈ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് ലഭ്യമാണ്. ആ പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇതിന് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ജനറൽ, OBC, EWS കാറ്റഗറിക്കാർക്ക് 500 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടത് 200 രൂപയുമാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി, രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 25-നുള്ളിൽ രജിസ്ട്രേഷൻ നടപടികൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ പ്രോസ്പെക്ടസിലേക്കൊന്ന് നോക്കാവുന്നതാണ്. ഇതാണ് അവിടുത്തെ കോഴ്സുകൾ. MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MA, MSc മാത്തമാറ്റിക്സ്, MSc ബോട്ടണി പോലുള്ള ഈ കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ഓരോന്നിലെയും ഇൻടേക്ക് 33 ഓക്കെ. 4 സെമസ്റ്റർ കോഴ്സാണ്. ഏപ്രിൽ 25-നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഫിസിക്കൽ മോഡലിൽ നമ്മൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് എന്നതാണ് പറയുന്നത്. ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അടുത്ത ഓരോ യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.